രൂപക്ക് സിമെന്റ് ടെക്സ്ചർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. 100-150 ഡിസൈൻസോളം ഉണ്ട്. 150 ഡിസൈനോളം ഉണ്ട് അല്ലെ. ഹൈലി റെസ്റ്റിക് എന്ന് പറയുന്നത് കാരണം അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഷോറൂമിൽ എത്ര ഭംഗിയായിട്ടാണ് സിമെന്റ് ടെക്സ്ചർ ചെയ്തത് അല്ലെ. എല്ലാ ക്യാബിനറ്റും ഇതാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് 85 അല്ലെ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തെരഞ്ഞു പിടിച്ച് വന്നിരിക്കുന്നത്. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ ഈസിയാണ് ഇതിനകത്ത്. നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയറിന് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ സെറ്റ് ചെയ്ത് തരും. സാധാരണ ഒരു തുണി ശീല അല്ല അല്ലെ, ഫാബ്രിക് ആണ് ഇത്. 170 രൂപയായിട്ട് അത് ഫുള്ള് ഫിനിഷ് ചെയ്ത് വരുമ്പോ പ്രൈസ് ആകാം അത് 95 ആണ്. 95 ഇതന്നെ 95. ഇതില് എങ്ങനെ വാറന്റി കാര്യങ്ങൾ അങ്ങനത്തെ വാറന്റി കാര്യങ്ങളുണ്ട്. 5 വർഷം വാറന്റി ഉള്ളതുണ്ട്, 3 വർഷം വാറന്റി ഉള്ളതുണ്ട്. റിമോട്ടിലൊന്ന് പോകട്ടെ. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൽ തന്നെ പോകൂല്ലേ? അതെ, നമ്മൾ ഒരു വീട്ടിൽ പോയി ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇതിന് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതിനാണ് 240 റണ്ണിങ് ഫീറ്റ് വരുന്നത്. ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യുക നല്ല ഭംഗിയായിട്ട് അതേ ഒരു സ്റ്റിച്ചിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഈ വീടിന്റെ ഏറ്റവും ആകർഷണീയത പറയുന്നത് തന്നെ ഈ കർട്ടനാണ്. നമുക്ക് കേറി വരുമ്പോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈ കർട്ടന. എപ്പം നോക്കുമ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഈ കളറ് നമുക്ക് പെട്ടെന്ന് മടുക്കൂല. പിന്നെ അതേപോലെ നമുക്ക് എപ്പോഴും വീടിനൊരു പുതുമ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ഈ കളർ. ഹലോ ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി ഐറ്റം കണ്ടില്ലേ? അടിപൊളിയായിട്ടുള്ള കർട്ടൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇതുപോലെ സൈസ് താഴേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കാനും പറ്റുന്ന ഐഡിയ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കർട്ടൻ ഡിസൈനുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തി. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതെ, 85 രൂപ മുതൽ കർട്ടൻ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തില് തെൻസീൽ ഇന്റീരിയേഴ്സ്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഇനിയും നിലനിർത്തണം. ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. നമ്മളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ വിലയിൽ കർട്ടനുകൾ തരാൻ വേണ്ടിയിട്ടാണ് തെൻസീൽ ഇന്റീരിയേഴ്സിൽ. നമസ്കാരം. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, വൈറലായി പോയി. കർട്ടനുകൾ എല്ലാ വീടുകളിലും എത്തി. പക്ഷെ ഇനിയും നമ്മളെ വ്യൂവേഴ്സ് പുതിയ പുതിയ മോഡലുകൾ അന്വേഷിച്ചുകൊണ്ട് പുതിയ വീടുകൾ വെക്കുന്നുണ്ട്. അവർക്ക് കർട്ടൻ 85 രൂപ മുതൽ കർട്ടൻ തരാന്നാ പറഞ്ഞിട്ടുള്ളത്. 100ന്റെ താഴെ അല്ലെ. മാർക്കറ്റിൽ അറിയാലോ, കർട്ടനുകൾ പല റേഞ്ചിൽ പോകുന്നുണ്ട്. അപ്പൊ ആ റേറ്റിന് കൊടുക്കാൻ പറ്റുമോ? നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ 85 റുപ്യക്ക് സ്ക്വയർ ഫീറ്റിന് കൊടുക്കും. പിന്നെന്തിനാ ഞങ്ങൾ ടെൻഷൻ അടിക്കണേ? സീബ്ര എന്ന് പറഞ്ഞാല് ഇതാണ് സീബ്ര ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ വർക്ക് ചെയ്യും. ലൈറ്റ് വരേണ്ട ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, നൈറ്റിൽ ഇങ്ങനെ കൊടുക്കാം, ഡേയിൽ ഇങ്ങനെ ലൈറ്റിന് വേണ്ടിയിട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് 85 അല്ലേ. പല ബ്ലാക്ക് ഔട്ട് വരുമ്പോൾ അതിൽ കുറച്ച് റേറ്റ് വ്യത്യാസം വരും. അതെ, ഒരു ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസങ്ങളാണ് എല്ലാത്തിലും വരാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയറിന് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ അടുത്ത നമ്മൾ എല്ലാവരും ചോദിക്കുന്ന സംഭവം ഈ കാണുന്ന ഐറ്റം അല്ലെ, റോമൻ ബ്ലൈൻസ്. ഇത് പല സ്റ്റിച്ചിങ്ങിൽ വരുന്നതാണ്. ഇത് ക്ലിപ്പിംഗ് റോളർ റോമൻ എന്ന് പറയുന്നത്. ഇത് റോളറാണ്, റോളർ റോമൻ. ഇപ്പൊ കൂടുതലായിട്ട് റോളർ റോമൻ. എന്താണ് ഈ റോളർ റോമനും റോമൻ ബ്ലൈൻസ് എന്താ മാറ്റം? മറ്റേ ക്ലോത്തിലേക്കും ഇതൊരു ഫാബ്രിക് ആയിരിക്കും. ഒന്നുകൂടെ ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അടുത്തുനിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഒരു തുണി ശീല അല്ല അല്ലെ, ഫാബ്രിക് ആണ് ഇത് കണ്ടില്ലേ. അതായത് ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ ഈസിയാണ് ഇതിനകത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാകുമ്പോ വലിയ വില ആവോ? ഇത് 170 ആണ് വരാ. 170. ഇത് ഇൻക്ലൂഡിങ് ക്ലോത്ത് ആണ് വരാ. ഇത് ഫാബ്രിക് എന്നലിന്റെ സാധനമാണ്, കമ്പനി ബ്രാൻഡഡ് സാധനമാണ്. ബ്രാൻഡഡ് ആണ്. ഇത് എന്നലിന്റെ സാധനമാണ്. 170ക്ക് നമ്മൾ എന്താക്കി തരും? 170 രൂപയായിട്ട് അത് ഫുള്ള് ഫിനിഷ് ചെയ്ത് വരുമ്പോ പ്രൈസ് ആകാം. ഇനിയിപ്പോ ഇത് സാധാരണ ക്ലോത്ത് ഉണ്ടല്ലോ, അതിലും ചെയ്യാലോ. ഇത് ചെയ്യുമ്പോ എങ്ങനെ റേറ്റ്? സ്റ്റിച്ചിങ് വരുമ്പോ 95. 95. 100-നുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് ആൾക്കാർ ആദ്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ ക്ലോത്തില്. അതാകുമ്പോ 100-നുള്ളിൽ ചെയ്യാം. അതിനുള്ള എന്തൊക്കെ കാര്യങ്ങള്? അതില് ക്ലോത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഓരോരുത്തർ ഓരോ ക്ലോത്താ സെലക്ട് ചെയ്യാം. അപ്പൊ അതനുസരിച്ചിട്ട് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമുക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടൽ തന്നെയാണ് അല്ലെ. പലതരം തുണികളുണ്ട്, അതുപോലെ പലതരം മോഡലുണ്ട്, ടെക്സ്ചർ ഉണ്ട്, അതുപോലെ ഇതുപോലുള്ള എന്താ പറയാ ഷിയറുകൾ ഉണ്ട്, ബ്ലാക്ക് ഔട്ടുകൾ ഉണ്ട്. ഇതൊക്കെ വരുമ്പോ ഇതിന്റെ റേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങളെ വീട്ടിന് വേണ്ടതെന്ന്. പക്ഷെ ഈ സംഭവം ഇപ്പൊ കൂടുതൽ ആൾക്കാർ കാണിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ അല്ലെ, റോളർ. അതൊന്ന് പ്രവർത്തിപ്പിച്ച്. റോളർ
ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഇത് ഇങ്ങനെ റോൾ ചെയ്യാം അല്ലേ? റോൾ ചെയ്യാം, അത്രേ ഉള്ളൂ. അതെ. അതായത് അതിനകത്ത് വേറെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, പ്ലെയിൻ ആണ്. ആ വെയിറ്റിൽ അങ്ങ് ക്ലിയർ ആയി ഒരു നീറ്റ് ആയിട്ട് നിൽക്കും അല്ലേ? ഇത് വരുമ്പോൾ എത്ര റേറ്റ് ആവും? അത് 95 ആണ്. 95. ഇതന്നെ 95. ഇതും 95 പിന്നെ ഇതിൽ പെൽമെറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു 10 റുപ്യൻ്റെ മാറ്റം വരും. ഓക്കെ. അപ്പൊ നിങ്ങളെ വീടുകളിലേക്ക് ഇത് ചൂസ് ചെയ്യുമ്പോ കുറെ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഇനിയും കൊടുക്കാൻ പറ്റും. ഫീറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താക്കാൻ കഴിയും, ചെയ്യാൻ പറ്റും അല്ലേ? ഇനിയിപ്പോ ഇതിലൊക്കെ ഓട്ടോമേഷൻ കയറിയല്ലോ. അപ്പൊ ഈ റോളർ നമുക്ക് താനെ ഇങ്ങനെ അടയുന്ന രീതിയിൽ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ താഴട്ടെ റിമോട്ടിൽ താന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോമനാണ്. ഇപ്പൊ ഇങ്ങനെ കുറെ റിമോട്ടിൽ താഴുമ്പോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കംപ്ലൈന്റ് ആവും, അല്ലെങ്കിൽ കുറെ ആകുമ്പോ കേട് വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഇതില് എങ്ങനെ വാറണ്ടി കാര്യങ്ങൾ അങ്ങനത്തെ വാറണ്ടി കാര്യങ്ങളുണ്ട്. 5 വർഷം വാറണ്ടി ഉള്ളതുണ്ട്, 3 വർഷം വാറണ്ടി ഉള്ളതുണ്ട്. അങ്ങനെ മോട്ടറല്ലേ? ഇത് ഒന്ന് പൊക്കട്ടെ, റിമോട്ടിലൊന്ന് പൊക്കട്ടെ. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൽ തന്നെ പോകൂല്ലേ? അതെ. ഇപ്പൊ നമ്മൾ വീടുകളിൽ ഇത് കൊടുക്കുക, കർട്ടൻ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കർട്ടനുകൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പൊക്കുള്ളൂ അല്ലെങ്കിൽ ചെറുതാക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് റിമോട്ടുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുക മേലെ വരുന്ന സ്റ്റെയർ ഏരിയയിൽ, അങ്ങനത്തെ ഏരിയകളിലൊക്കെ അല്ലേ? പലരും അവിടെ ഏത് കർട്ടൻ കൊടുക്കും അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ കൺഫ്യൂഷൻ, അവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലേ? അതെ. ഇത് കോഡ്ലെസ്സും ഉണ്ട്, കോഡും ഉണ്ട്. രണ്ട് രീതിയിൽ കോഡ്ലെസ് ആണ്. ഇതിന് റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ ചാർജ് ചെയ്യാപ്പോ? ഇതിന് മോട്ടർ വരുന്നത് 11 റുപ്യാണ്. 11. അതായത് അതിന് എക്സ്ട്രാ മോട്ടറിന്റെ റേറ്റും കൂടെ അഡ്ജസ്റ്റബിൾ ആട്ടോ, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റേറ്റും അഡ്ജസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തെരഞ്ഞു പിടിച്ച് വന്നിരിക്കുന്നത്. നമ്മളുള്ളത് കോഴിക്കോട് ടൗണിലാണല്ലേ? കോഴിക്കോടാണ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും സർവീസ് കിട്ടൂലേ? കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇവിടെ സർവീസ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയിട്ട് ഇത് ചെയ്യാം. ഇനിതാ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതുപോലെ വലിയ കർട്ടനുകളാണ്. ഇത് പലർക്കും ഇതിന്റെ പേരുകൾ അറിയിച്ചാൽ ഇതിൽ റിപ്പിൾ കർട്ടനുകൾ വരുന്നുണ്ട്, അതായത് പ്ലീറ്റഡ് വരുന്നുണ്ട്, അതുപോലെ ലോങ് ഷിയറുകൾ വരുന്നുണ്ട്. എല്ലാം ദാ ഇങ്ങനെ കാണാം. എല്ലാം എല്ലാവർക്കും കർട്ടനാണ്. ഇത് കർട്ടൻ, അത് ബ്ലൈൻഡ്സ്. ഓക്കെ. ഇതിൽ ആദ്യം നമുക്ക് മോഡൽ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഇതാണ് പ്ലീറ്റഡ് അല്ലേ? പ്ലീറ്റഡിന്റെ സ്റ്റിച്ചിങ് ഇതാ, ഇത് അയൺ ചെയ്ത് ഇങ്ങനെ ഷാർപ്പാക്കി നിർത്തിയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്യുമ്പോ റേറ്റിൽ വല്ല ഷാർപ്പ് ഉണ്ടോ അതല്ല നമുക്ക് അറിയേണ്ടത്. ഇത് ക്ലോത്തിന് സെപ്പറേറ്റ് റേറ്റാ വരാം. ഓക്കെ. ഇത് നമ്മൾ ഒരു വീട്ടിൽ പോയി ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് 240 റുപ്യ റണ്ണിങ് ഫീറ്റ് വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതാണ് അടുത്ത നമ്മളെ റിപ്പിൾ കർട്ടൻ. റിപ്പിൾ കർട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ റിപ്പിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെ? റൗണ്ട് പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ റിപ്പിൾ കർട്ടൻ. ഇതിനും കൊടുക്കുന്ന ഫാബ്രിക്കിന് ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും സെലക്ട് ചെയ്യാം, കളറൊക്കെ സെലക്ട് ചെയ്യാം. പക്ഷെ റേറ്റ് ആണ് നമ്മളെ ആൾക്കാർക്ക് അറിയേണ്ടത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇതില് റിപ്പിൾ റണ്ണിങ് ഫീറ്റ് റേറ്റ് വരാം 290 റുപ്യക്ക് നമുക്ക് 290 പറ്റും. ഓക്കെ. അത് ഇതിൽ പ്ലീറ്റിൽ പറഞ്ഞാൽ തന്നെ ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അഡീഷണൽ റേറ്റ് വരും കേട്ടോ. ക്ലോത്തിന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ഇതിലും വരുന്നുണ്ട്. വലിയ കർട്ടൻ ആണല്ലോ, എപ്പോഴും പിടിച്ചിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഓട്ടോമേഷൻ വരുന്നുണ്ടോ? ഇതിൽ റിപ്പിൾ ഓട്ടോമേഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റൂ അല്ലേ? ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യുക നല്ല ഭംഗിയായിട്ട് അതേ ഒരു സ്റ്റിച്ചിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ അതിന്റെ ഷിയറും ബ്ലാക്ക് ഔട്ട് ആക്കി ചെയ്തൂടെ ഈ ഭാഗങ്ങളൊക്കെ? ബ്ലാക്ക് ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ പ്രൈവസിക്ക് അനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. ഇതിനാണെങ്കിൽ ഓട്ടോമേഷൻ ഉണ്ടോ? ഏതിനാണെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലെ? അങ്ങനെ കർട്ടനുകളാണെങ്കിലും ബ്ലൈൻഡ്സ് ആണെങ്കിലും ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് കുറെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതല്ലാതെ കോമൺ കാണുന്ന വേറെ എന്താ ഉള്ളത്? ഇതില് ഈ റോളർ റോമം പറഞ്ഞാൽ തന്നെ ക്ലോത്തില് ക്ലിപ്പിംഗ് ഉണ്ട്. ഈ ക്ലിപ്പിംഗ് വരാം 110 റുപ്യാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരാം. അതില് ക്ലോത്ത് അഡീഷണൽ അല്ലേ? ഓക്കെ. നമ്മളെ സ്വന്തം MLA വയനാടിന്റെ MLA സിദ്ദീഖ് സാറിന്റെ വീട്ടിൽ സർഫുന്നീസ മാമിനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ കർട്ടൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള റിപ്പിൾ കർട്ടനുകളാണ്. സാധാരണ രീതിയിൽ പല രീതിയിലുള്ള കർട്ടനുകൾ വീടുകളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിപ്പിൾ കർട്ടന് എന്തുകൊണ്ട് ഈ റിപ്പിൾ കർട്ടൻ ചെയ്തുകൂടെ? അതായത് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇതിന് ചേർന്നത് ഈ കളറും പിന്നെ അതിൻ്റെ വൈറ്റ്
കോംബോ വെച്ച് ചെയ്തതാ. പക്ഷെ ഈ വീടിന്റെ ഏറ്റവും ആകർഷണീയത പറയുന്നത് തന്നെ ഈ കർട്ടൻ ആണ് അല്ലേ? നമുക്ക് കേറി വരുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈ കർട്ടനാ. ഇപ്പൊ ഈ ഒരു ഫാബ്രിക് തന്നെ ഞാൻ ശ്രദ്ധിച്ചു, നല്ലൊരു ഫാബ്രിക് ആണ് ഇത്. അവര് സാമ്പിൾസ് ഒക്കെ കാണിച്ചു തന്നിരുന്നു. അതെ അതെ അതെ, അല്ലേ? കുറെ ഐറ്റംസ് കാണിച്ചു തന്നിരുന്നു. പക്ഷെ എനിക്ക് ഈ വീടിന് ചേർന്നത് ഇതാണെന്നുള്ള തോന്നലില് ഞാൻ സെലക്ട് ചെയ്തതാണല്ലേ. ഈ വീട്ടിലെ ഏതൊക്കെ ഏരിയകളിൽ ഇത് ചെയ്തു? വീട് മൊത്തം ഏകദേശം പിന്നെ 4 ബെഡ്റൂം, പിന്നെ സെൻട്രാളിൽ ഫുള്ളായിട്ട് ചെയ്തു. കാരണം സെൻട്രാളിൽ ഫുള്ള് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു റിസൾട്ട്, നമുക്ക് അട്രാക്ഷൻ നമുക്ക് കിട്ടുന്നത്. അതെ, ഈ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു എൻട്രൻസ് വെൽക്കം ചെയ്യുന്ന പോലെ ഫീൽ ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഇതിന്റെ കളറാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടെ. അത് മാത്രമല്ല, ഈ കളർ ഇപ്പോൾ ഇത് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വന്നപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്ക് എപ്പം നോക്കുമ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഈ കളറ് നമുക്ക് പെട്ടെന്ന് മടുക്കൂല. പിന്നെ അതേപോലെ നമുക്ക് എപ്പോഴും വീടിനൊരു പുതുമ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ഈ കളർ. ഓക്കെ, അപ്പോൾ ഇനി തെൻസിൽ ഇന്റീരിയേഴ്സിന്റെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും നല്ല വർക്കാണ്. പെട്ടെന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് തീർത്തന്നു. ഒരു 2 ദിവസം കൊണ്ട് രാവും പകലും നിന്നിട്ടാണ് ഇവർ ഈ വർക്ക് തീർത്തത്. പിന്നെ അതേപോലെ പരമാവധി ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ ചെയ്തു തന്നു. ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തോ അവരെ? തീർച്ചയായും ഞങ്ങളൊരു ഫാമിലിയിൽ പിന്നെ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ടെക്സ്ചർ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആണ്. ഒരുപാട് ആൾക്കാർ വെറൈറ്റി ടെക്സ്ചറുകൾ ഇങ്ങനെ വീടുകളുടെ ലിവിങ്ങിലൊക്കെ കൊടുത്ത് അടിപൊളിയാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വാളിൽ പോലും വൈറ്റിലാണെങ്കിലും ഒരു ടെക്സ്ചർ കൊടുത്ത് ഒരു നല്ലൊരു ഫീല് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? ഈ ഒരു ഡിസൈനിലൊക്കെ ഒരു ഗോൾഡൻ ടച്ചുള്ള ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സീലിംഗിൽ കണ്ടില്ലേ, മേലെ ഇവിടെ സാമ്പിളുകളാണ് കേട്ടോ കാണുന്നതൊക്കെ. സീലിംഗിലും അടിപൊളിയായിട്ട് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്ചർ ഇനി നിങ്ങൾ അങ്ങ് ഇറങ്ങാണ് ടെക്സ്ചറിലേക്ക് അല്ലേ? ഒരുപാട് സൈറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെക്സ്ചറിൽ ഒരുപാട് മോഡൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഈ സിമെന്റ് ടെക്സ്ചറുകൾ, അതുപോലെ ഇതുപോലുള്ള വെറൈറ്റി ലൈറ്റ് സിമെന്റ് അല്ലേ, ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഒരുപാട് വീടുകളിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റണം, അതാണ് നമ്മുടെ ആവശ്യം. ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എത്ര രൂപ മുതൽ ചെയ്യാൻ പറ്റും? നമ്മള് സിമെന്റ് ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ വാക്സിംഗ് അടക്കം 80 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റ്, അതായത് ഫിനിഷ് ചെയ്തു 80 രൂപക്ക് സിമെന്റ് ടെക്സ്ചർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും. അതില് കസ്റ്റമർ പൊട്ടി വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സൈറ്റ് കിട്ടേണ്ടത്. ഓക്കെ, നമ്മളെ വർക്കുകൾ നമ്മൾ ക്ലിയർലി ചെയ്യും. ഇപ്പൊ പൊട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും. അത് അഡീഷണൽ നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഇനി ഇപ്പൊ ഈ കാണുന്നതൊക്കെ വെറൈറ്റി ഫിനിഷിംഗ് ആണ്. ഇത് നല്ലൊരു ടെക്സ്ചർ ആണല്ലോ. ഈ രീതിയിലൊക്കെ ചെയ്ത് ഒരു വെറൈറ്റി ആക്കാറുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും. പിന്നെ ഒരു ടെക്സ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റഫ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും അല്ലേ? ഓക്കെ, ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ നല്ലൊരു വേറെ ലെവലാവും കേട്ടോ. ടെക്സ്ചറിൽ ചെറിയ പ്രൈസ് തന്നെ നമുക്ക് 100-150 ഡിസൈൻസോളം ഉണ്ട്. 150 ഡിസൈനോളം ഉണ്ട് അല്ലേ? നിങ്ങൾ വെറൈറ്റി ഉണ്ടോ എന്നല്ലേ ഞാനും ചോദിക്കുന്ന, ആൾക്കാരും ചോദിക്കുന്നത് എന്തുണ്ട് വെറൈറ്റി ആയിട്ട്. ഇതാ നമുക്ക് റസ്റ്റ് ഫിനിഷ് എന്ന് പറഞ്ഞൊരു സംഭവം. റസ്റ്റിക് അല്ലേ? ഓക്കെ, ഒരു ക്ലാസിക് ലുക്ക്. ഈ ഒരു മോഡൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല, ഈ റസ്റ്റ് ഫിനിഷിൽ നമുക്കൊരു 3 കളർ കോമ്പിനേഷൻസ് കിട്ടുന്നുണ്ട്. 3 കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അല്ലേ? 3 ഫിനിഷിംഗ്. ഓക്കെ, ഇതുപോലെ റസ്റ്റിക് ഡിസൈൻ ഒക്കെ ചെയ്യണമെങ്കിൽ വലിയ ചെലവാകുന്നതാണ് നമ്മൾ വ്യൂവേഴ്സ് വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും 140 നമുക്ക് സ്ക്വയർ ഫീറ്റ് 140 സ്ക്വയർ ഫീറ്റ് ഫിനിഷ് ചെയ്യാം. ടെക്സ്ചർ പെയിന്റുകൾ വീട്ടിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും അറിയണമെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതല്ലേ നല്ലത്. നമ്മളിതാ അടിപൊളിയായിട്ട് ചെയ്ത ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത്. സാധാരണ കാണുന്ന രീതിയിലുള്ള ടെക്സ്ചർ ഐഡിയാസ് ഒന്നല്ല, സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ടെക്സ്ചർ, അതായത് ഒരു റസ്റ്റിക് ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ്. ലിവിങ്ങിലെ ഈ ഒരു മെയിൻ വോൾ നേരെ മേലെ വരെ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഹൈലി റസ്റ്റിക് എന്ന് പറയുന്നത്, കാരണം അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീടിൻ്റെ ലിവിങ്ങിനെ ഇത് ഭംഗിയാക്കുമ്പോൾ അതുപോലെ തന്നെ ഭംഗിയിലാണ് ഇതിൻ്റെ ഒരു വാഷ് ഏരിയയിലും ഇത് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ സിമ്പിളായിട്ടുള്ള വീടാണ്, അപ്പോൾ അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമല്ലോ. അതാണല്ലോ ഈ ഒരു വാഷ് ഏരിയയിലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഫിനിഷ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഏരിയകളിൽ കൊടുക്കേണ്ട കാര്യമാണ് ടെക്സ്ചർ പെയിന്റിങ്. അപ്പോൾ അത് സ്പെഷ്യൽ ആവണമല്ലോ. സിമെന്റ് ടെക്സ്ചർ ചെയ്താൽ ഭംഗിയായിട്ട് ഒരു ഷോറൂം വേറെ ലെവലാകുമെന്ന് തെളിയിക്കുന്ന ഒരു ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലൈറ്റിംഗ് ഷോറൂമിൽ എത്ര ഭംഗിയായിട്ടാണ് സിമെന്റ് ടെക്സ്ചർ ചെയ്തത് അല്ലേ? എല്ലാ ക്യാബിനറ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വർക്ക്. സാധാരണ രീതിയിൽ ഒരു ഷോറൂമിൽ പൂർണ്ണമായിട്ട് ഇപ്പോൾ സീലിംഗിൽ, വാളിൽ, ഷെൽഫിൽ എല്ലാ ഡിസൈനിലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഇതൊക്കെ വെറൈറ്റി ആയില്ലേ?
ഇത് ജിപ്സത്തിന്റെ മേലെയാണോ ഈ ടെക്സ്ചർ? അതെ അതെ അതെ. ജിപ്സത്തിന്റെ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മളെ ജിപ്സം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ജിപ്സം ചെയ്യാൻ വേറെ ടീമിനെ തെരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, ജിപ്സം വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ ടെക്സ്ചർ വർക്ക് ഇത് സിമെന്റ് ടെക്സ്ചർ ആണല്ലോ ചെയ്യുന്നത്? ഈ സിമെന്റ് ടെക്സ്ചർ ഒരേ പാറ്റേൺ ആണോ അതോ? അല്ല, നമുക്ക് പാറ്റേൺസ് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഒരുപാട് പാറ്റേൺസ്. ഓക്കെ. ഇതില് സീലിംഗിൽ ചെയ്യുമ്പോഴും വാളിൽ ചെയ്യുമ്പോഴും വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ പ്രൊഡക്റ്റിന് മാറ്റമൊന്നുമില്ല, സെയിം മെറ്റീരിയൽ തന്നെയാണ്. സെയിം മെറ്റീരിയൽ. ഡിസൈൻസ് നമുക്ക് ഏതും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ പാറ്റേൺസ് ഒക്കെ നമ്മൾ കാറ്റലോഗ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ശരിക്കും ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, വുഡൻ ഷെൽഫാണ് അല്ലേ? അതിലും ഇതേ ടെക്സ്ചർ, അതേ ടെക്സ്ചർ മുകളിലും വന്നു. നമ്മൾ ഒരു ചോദ്യം ആൾക്കാർക്ക് സമയം പ്ലൈവുഡിൽ അതുപോലുള്ള മെറ്റീരിയലൊക്കെ അതുപോലെ തന്നെ പ്ലൈവുഡിന്റെ മേലെ നമ്മൾ ആദ്യം പുട്ടി ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിമെന്റ് ടെക്സ്ചറിലേക്ക് കടക്കുന്നത്. ഓക്കെ. അതേ ഐഡിയ തന്നെ കേട്ടോ ചെയ്തല്ലേ? അപ്പോൾ മൊത്തത്തിലൊരു ടെക്സ്ചർ ഫീൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലുക്കാണ്. അതിലേക്ക് ഈ ഒരു യെല്ലോ വൈബും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. അപ്പൊ ഞാൻ ഇവിടുത്തെ ഓണറോട് ഒന്ന് അഭിപ്രായം ചോദിച്ചോട്ടെ. ചെയ്തിട്ട് എത്രയായി? ചെയ്തിട്ട് ഇപ്പം ഒരു 1.5 മാസം അല്ലേ? പുതിയ ഷോറൂം. സിമെന്റ് ടെക്സ്ചർ വേറെ ലെവലിൽ ചെയ്ത ഷോറൂം. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. എന്നാലും ചോദിക്കാം, എങ്ങനെയുണ്ട് ഇപ്പൊ 1.5 മാസമായല്ലോ? നല്ല അഭിപ്രായമാണ്. കാരണം ഒന്നാമത് പിന്നെ ടൈം നമ്മൾ വിചാരിച്ചൊരു ടൈമിൽ തന്നെ കറക്റ്റ് സമയത്ത് ഒരു തീർത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഡിസൈനിൻ്റെ ഭാഗത്തും പിന്നെ അതേമാതിരി കളർ ടോണിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് മാച്ച് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള നല്ലൊരു സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ ആദ്യം വേറെ ചെയ്തിരുന്നോ അതോ അവരുടെ സപ്പോർട്ടിൽ തന്നെ ചെയ്തതാണോ? നമ്മൾ 3Dയും ഡിസൈനും ഒക്കെ അധികം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ തീമിലേക്ക് ടെക്സ്ചർ ആവുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? സാമ്പിൾ അവർ ചെയ്തു അല്ലേ? അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തത്. അപ്പോ വരുന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയണ്ടോ? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ലൈറ്റിനേക്കാൾ അഭിപ്രായം ടെക്സ്ചറിലേക്ക് വന്നു. ലൈറ്റ് ഷോറൂമാണ്. അപ്പൊ ലൈറ്റും വേറെ ലെവലിൽ നിന്നാണ് കേട്ടോ. അതിലൊരു സംശയമില്ല. താങ്ക് യു.